السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن اتبعهم بإحسان إلى بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا ولذرياتنا ولمن مات منا ولإخواننا ولأخواتنا لجميع المصنفين الصالحين والعلماء العاملين والمفسرين والمحدثين والفقهاء والأئمة كلهم أجمعين. اللهم علمنا ما ينفعنا وانفعنا ما علمتنا وزدنا علما. الحمد لله على كل حال ونعوذ بالله من حال النار. آمين برحمتك يا أرحم الراحمين. റഹ്മാൻ റഹീം ആ റബ്ബ് നമ്മുടെ എല്ലാവിധ പാപങ്ങളും ദോഷങ്ങളും വിട്ടുകൊടുത്ത് മാഫാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശിഷ്ട ജീവിതം അവൻ്റെ പൊരുത്തത്തിലായിട്ട് ആഫിയത്തോടെ ജീവിക്കാൻ മരണം ഹൈറാവുന്ന സമയത്ത് പൂർണ്ണ ഈമാനോട് മരണപ്പെട്ട അള്ളാഹു ഇഷ്ടപ്പെട്ട സ്വാലിഹ്കളോട് ചേരാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ശരീരങ്ങളിൽ നാം ചെയ്യുന്ന അഅ്മാലുകളിലും നമ്മുടെ തൊഴിലുകളിലും നമ്മുടെ ബിസിനസ്സുകളിലും നമുക്ക് അല്ലാഹു നൽകിയ ധനങ്ങളിലും എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദരി സഹോദരങ്ങൾ, മറ്റ് നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാ ദോഷങ്ങളും വിട്ടുകൊടുത്ത് മാഫാക്കി കൊടുക്കുകയും അവസാനമാക്കി നന്നാക്കി ഈമാൻ സലാമത്തായി മരണപ്പെടാനും സാലിഹ്യങ്ങളോടൊപ്പം ചേരണം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ മാസത്തിന്റെ ഈ അവസാന നാളുകളിൽ അല്ലാഹു തആല നമുക്ക് പ്രത്യേകമായി കനിഞ്ഞരുളുന്ന ലൈലത്തുൽ ഖദ്ർ, ആ ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം കൊണ്ട് വിജയിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. അതിൽ നിന്നൊരു പൂർണ്ണ വിഹിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും ഈ റമദാൻ മാസത്തിന്റെ ഹക്കിനെ ബർക്കത്തുകൊണ്ട് അല്ലാഹു തആല നമുക്ക് സാധിപ്പിച്ചു തരട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, റമദാനിന്റെ അവസാന നാളുകളിലേക്ക് നാം പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. റമദാന്റെ അവസാനത്തെ 10 അള്ളാഹു നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന ഇത്ഖിന്റെ 10 ഈ 10. ഈ അവസാനത്തെ 10 നാം പ്രതീക്ഷിക്കുന്ന ഏറ്റവും പുണ്യകരമായ രാത്രിയാണല്ലോ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി. ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി. മൊത്തത്തിൽ പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ടാമത്തെ രാത്രിയാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി. ഒന്നാമത്തെ രാത്രി റസൂലുള്ളാഹി ജനിച്ച ആ രാത്രിയാണെന്നും അത് കൊല്ലം കൊല്ലം മടങ്ങി വരുന്നതല്ല, ആ ഒരൊറ്റ പ്രത്യേകമായ രാത്രിക്ക് മാത്രമുള്ളതാണെന്നും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എല്ലാ വർഷവും നമുക്ക് ലഭിക്കുന്ന, എല്ലാ വർഷവും മടങ്ങി മടങ്ങി വരുന്നതുമായ ഏറ്റവും ശ്രേഷ്ഠമായ രാവാണ് ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ നമുക്ക് അല്ലാഹു തആല കനിഞ്ഞരുളാനുള്ള കാരണം പലതുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നമുക്കെല്ലാം അറിയുന്ന 1000 മാസത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് അവസാനം ശത്രുക്കളുടെ പിടിയിൽ അകപ്പെട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അതിന് രക്ഷപ്പെട്ട് വീണ്ടും 1000 മാസം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത ശംഊനുൽ ഗാസി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇമാം ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു പോലത്തെ, മുഖാത്തിർ റളിയല്ലാഹു അൻഹു പോലത്തെ മുഹദ്ദിസീങ്ങളൊക്കെ ആ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞപ്പോൾ സഹാബത്ത് വല്ലാതെ വിഷമിച്ചു പോയി. കാരണം കഴിഞ്ഞ സമുദായത്തിനെല്ലാം വളരെയധികം ദീർഘമായ ആയുസ്സും അവസരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും അതെല്ലാം അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം കൂടുതൽ നേടുകയും ചെയ്തപ്പോൾ ഈ സമുദായത്തിന് വെറും 60-70 ഇടയിൽ മാത്രം പ്രായമുള്ള നമ്മൾ, അവരോടൊപ്പം എത്താൻ നമുക്ക് കഴിയില്ലല്ലോ എന്ന ഒരു സങ്കടം, ഒരു ദുഃഖം, ഒരു വിഷമം, പ്രയാസം സഹാബത്തിന് അലട്ടി. അതുപോലെ തന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പസമയം പോലും പാഴാക്കാതെ 80 വർഷം അള്ളാഹുവിനെ ആരാധിച്ച 4 പേരെ സഹാബത്തിന് പരിചയപ്പെടുത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട സയ്യിദുന അയ്യൂബ് നബി അലൈഹിസ്സലാം,
ബഹുമാനപ്പെട്ട സയ്യിദുന സക്കരിയ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട സയ്യിദുന യൂഷ ബിൻ നൂൻ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട സയ്യിദുന ഹിസ്കീൽ ബിൻ അജൂസ് അലൈഹിസ്സലാം, ഇവരൊക്കെ പ്രവാചകന്മാരാണ്. ഈ പ്രവാചകന്മാരൊക്കെ 80 വർഷത്തോളം ഒരല്പസമയം പോലും പാഴാക്കാതെ അള്ളാഹു തആലക്ക് ഇബാദത്തെടുത്ത ആ സംഭവം സഹാബത്തിന് വിവരിക്കുമ്പോഴും ഇതെല്ലാം കേട്ട് സഹാബത്ത് വളരെ വിഷമത്തിലും പ്രയാസത്തിലും നിൽക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ദീർഘകാലം ജീവിച്ച മുൻഗാമികളോടൊപ്പം എത്താൻ അള്ളാഹു തആല അവസരം നൽകുന്ന ഒരു മഹത്തായ ഒരു അനുഗ്രഹം അള്ളാഹു ചെയ്തതാണ് ലൈലത്തുൽ ഖദ്ർ എന്നത്. എന്താണ് അതിന്റെ പുണ്യം? ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദ്ർ 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണ് എന്ന് അല്ലാഹു തആല തന്റെ ഖുർആൻ പറഞ്ഞു. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായത്. 1000 മാസം എന്ന് പറഞ്ഞാൽ എന്താണ്? 83 വർഷവും 40 മാസവും 4 മാസവും 83 വർഷവും 4 മാസവും കൂടിയതാണല്ലോ 1000 മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 30,000 ദിവസം. 1000 മാസം എന്ന് പറഞ്ഞാൽ 30,000 ദിവസം, 7,20,000 മണിക്കൂർ, 4,32,00,000 മിനിറ്റ്. ഇതാണ് 1000 മാസം എന്ന് പറഞ്ഞാൽ. 15 വയസ്സ് പ്രായപൂർത്തിയായത് മുതൽ 65 വയസ്സ് വരെ ജീവിച്ച ഒരു മനുഷ്യന് എല്ലാ വർഷവും ലൈലത്തുൽ ഖദ്ർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് 5000 കൊല്ലം ഇബാദത്ത് കൂലിയാണ്. 5000 കൊല്ലം ഇബാദത്തിനേക്കാളും കൂലിയാണ് ആ മനുഷ്യൻ കിട്ടാൻ പോകുന്നത്. എത്രമാത്രം മഹത്വമാണ്, ശ്രേഷ്ഠതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിന് നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണ് അന്ന് സംഭവിക്കാൻ പോകുന്നത്? അല്ലാഹു തആല തന്റെ ഖുർആനിൽ പറഞ്ഞില്ലേ, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ. മലക്കുകളും റൂഹും ആ ദിവസത്തിൽ ഇറങ്ങി വരുമെന്ന്. ഏതാണ് ഈ മലക്കുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിറാജിന്റെ രാത്രിയിൽ 7 ആകാശം അതിനപ്പുറവും കയറിപ്പോയ സന്ദർഭത്തിൽ സിദ്റത്തുൽ മുന്തഹ എന്ന ഒരു പ്രത്യേക മരത്തിന്റെ സമീപെത്തിയപ്പോൾ ആ മരത്തിന്റെ കാഴ്ച അല്ലാഹു റസൂലിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ആ മരത്തിന്റെ ഇലകളിലൊക്കെ ഒരു തരം പ്രകാശം അല്ലാഹു റസൂൽ കണ്ടു. കൂടെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ആ കാണുന്നത് എന്താന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അത് പ്രത്യേകതരം ഒരു മലക്കുകളാണ്. ആ മലക്കുകൾക്ക് ആകെ ഡ്യൂട്ടി ഉള്ളത് വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ്. മറ്റു ദിവസങ്ങളിലൊന്നും അവർക്ക് ഡ്യൂട്ടിയില്ല, അവർ ഇവിടെ തന്നെ. എന്താണെന്ന് അവർക്കുള്ള ഡ്യൂട്ടി? ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഭൂമിയിലേക്ക് ഇറങ്ങുക എന്നതാണ് അവരുടെ ഡ്യൂട്ടി. അപ്പൊ ഈ പ്രത്യേകമായ മലക്കുകളാണ് അന്ന് ഇറങ്ങി വരുന്നത്. പിന്നെ അവർ റൂഹും ഇറങ്ങി വരും എന്ന് പറഞ്ഞു. ഈ റൂഹിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീങ്ങൾക്കിടയിൽ 4 അഭിപ്രായമുണ്ട്. ഒന്നാമത്തെയും പ്രബലമായ അഭിപ്രായവും റൂഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ്. അപ്പൊ അവർക്ക് നേതാവായിക്കൊണ്ട്, അവരുടെ കായിതായിക്കൊണ്ട്, അവരുടെ നയിക്കുന്നവരായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടാവുമെന്നാണ്. ഇനി റൂഹിനിക്ക് എന്ത് വ്യാഖ്യാനം പറഞ്ഞാലും ജിബ്രീൽ അലൈഹിസ്സലാം അവരുടെ നേതാവായി മുന്നിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഒരു വ്യാഖ്യാനം റൂഹ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം തന്നെയാണ്. മറ്റൊരു വ്യാഖ്യാനം റൂഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിനെയാണ്. ഈസാ നബി അലൈഹിസ്സലാം 1-ാം ആകാശത്ത് ഹയാത്തിലുണ്ടല്ലോ. മഹാനവറുകളാണ് ഈ റൂഹ് ഇറങ്ങിയരും മിറാജിന്റെ ലൈലത്തുൽ ഖദ്ർ രാത്രിയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം റൂഹ് എന്നൊരു പ്രത്യേക മലക്കിന്റെ പേരാണ്. എവിടെയും ഇറങ്ങാത്ത, സാധാരണ ഒന്നും ഇറങ്ങാത്ത ഈ കൂട്ടത്തിലെ മലക്കുകളെ കുറിച്ച് ഏറ്റവും ഒരു പ്രത്യേകതയുള്ള ഒരു മലക്കിന്റെ പേരാണ് എന്നാണ് മറ്റൊരു അഭിപ്രായം. 4-മത്തെ അഭിപ്രായം അർവാഹുൽ മുഅ്മിനീനാണ്. മുഅ്മിനീങ്ങളുടെ റൂഹുകളാണ്.
മരണപ്പെട്ടു പോയി ഇല്ലിയിൽ സ്ഥിരമായി നിൽക്കുന്ന മുഅ്മിനീങ്ങളുടെ അർവാഹുകളുണ്ടല്ലോ, ആ റൂഹുകളാണ് ഇറങ്ങി വരിക എന്നും ആ റൂഹുകൾ ഓരോ വീടിന്റെയും അവർ ജീവിച്ച പരിസരങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമെന്നും മുഫസ്സിരീങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും അള്ളാഹുവിന്റെ മുഖറബായ മലായിക്കത്തുകൾ ജിബ്രീൽ ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ അന്ന് ഇറങ്ങി വരുന്നു. അവരുടെ കയ്യിൽ 4 കൊടികൾ ഉണ്ടായിരിക്കും. ഒന്നാമത്തെ കൊടിയുടെ പേര് ലിവാ ഉൽ ഹംദ് എന്നാണ്. അത് മസ്ജിദുൽ ഹറാമിന്റെ മുകളിലാണ് അവർ നാട്ടിവെക്കുന്നത്. രണ്ടാമത്തെ കൊടിയുടെ പേര് ലിവാ ഉർ റഹ്മാൻ ആണ്. ആ കൊടി അവർ നാട്ടിവെക്കുന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫിന്റെ മുകളിലാണ്. മൂന്നാമത്തെ കൊടിയുടെ പേര് ലിവാ ഉൽ മഗ്ഫിറത്താണ്. ആ കൊടി ബൈത്തുൽ മുഖദ്ദസിന്റെ മുകളിലുമാണ് നാട്ടിവെക്കുക. നാലാമത്തെ കൊടിയുടെ പേര് ലിവാ ഉൽ കറാമയാണ്. ആ കൊടി തൂരിസീന മലയിൽ പർവ്വതത്തിലാണ് നാട്ടിവെക്കുക. ഇങ്ങനെ 4 കൊടികളും 4 സ്ഥലത്ത് സ്ഥാപിച്ചുകൊണ്ട് പിന്നീട് അവരെന്ത് ചെയ്യും, ഭൂമിയിലൂടെ സഞ്ചരിക്കും. ഈ 4 കൊടികളിലും എഴുതപ്പെട്ടിട്ടുള്ള വാക്യം ഒന്ന് തന്നെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആ വചനമാണ്. തൗഹീദിന്റെയും റിസാലത്തിന്റെയും ആ വചനമാണ് അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവുക. ഇങ്ങനെ കൊടികൾ നാട്ടിയ ശേഷം അവർ ഭൂമിയിലൂടെ ചുറ്റി സഞ്ചരിക്കുകയാണ്. ഒരു കൊല്ലത്തേക്ക് ആ ഭൂമിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്കുള്ള അടിത്തറ ഇടുകയാണ് അവരുടെ ഉദ്ദേശം. കാരണം ഒരു കൊല്ലത്തേക്കുള്ള ബജറ്റ് അള്ളാഹു തആല കണക്കാക്കുന്നത് ബറാത്ത് രാവിലാണ്. ഷഅബാൻ 15 രാവിലാണ് ബജറ്റ് അള്ളാഹു തആല കണക്കാക്കുന്നത്. ആ ബജറ്റ് നടപ്പിൽ വരുത്താൻ വേണ്ടി തുടങ്ങുന്നത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മൾ ഗവൺമെന്റ് ഒക്കെ ബജറ്റ് അവതരിപ്പിക്കുക ഫെബ്രുവരിയിലായിരിക്കും. പക്ഷെ ആ ബജറ്റ് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തലോ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ 1 മുതലുമാണ്. അതുപോലെ ഒരു വർഷത്തേക്ക് ഭൂമിയിൽ അല്ലെങ്കിൽ ലോകത്ത് നടക്കേണ്ട കാര്യങ്ങളൊക്കെ അള്ളാഹു തആല നിശ്ചയിച്ച് കണക്കാക്കി വെക്കുന്ന ബജറ്റാക്കി അവതരിപ്പിക്കുന്ന ദിവസമാണ് ബറാത്ത് രാവ്. പിന്നെ നടപ്പിൽ വരുത്താൻ വേണ്ടി തുടക്കം കുറിക്കുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ. അങ്ങനെ ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ അടിത്തറയിട്ട് പോവുകയാണ്. എല്ലാ മുഅ്മിനാത്തിന്റെ സമീപത്തിലൂടെയും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും നിൽക്കുന്ന എല്ലാ മുഅ്മിനാത്തിന്റെയും അരികിലൂടെ അവർ നടക്കുകയും അവരോട് സലാം പറയുകയും മുസാഫഹത്ത് ചെയ്യുകയും ചെയ്യുമെന്നാണ്. പക്ഷെ അത് നമ്മൾ അറിയണം എന്നില്ല. എന്നാൽ അറിയുന്നവരും ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമ്രാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാരൊക്കെ ശരിക്കത് അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്നവരുമാണ്. നമുക്കൊക്കെ അറിയാലോ, ബഹുമാനപ്പെട്ട ഇമ്രാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു 30 വർഷം അനങ്ങാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാനൊന്നും കഴിയാതെ വാതരോഗത്തിൽ കടന്ന് വളരെയധികം വിഷമം സഹിച്ചവരാണ് ബഹുമാനപ്പെട്ടവർ. അദ്ദേഹത്തെ ഒരിക്കൽ സന്ദർശിക്കാൻ വേണ്ടി വന്ന തന്റെ ശിഷ്യനായ മുത്തറഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ദയനീയാവസ്ഥ കണ്ടുകൊണ്ട് കരഞ്ഞപ്പോൾ, സങ്കടപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മുത്തറഫ് നീ കരയണ്ട. കാരണം എനിക്ക് ഒരു വിഷമമില്ല, ഞാൻ വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ. ഇതുപോലത്തെ ഒരു സന്തോഷം, ആനന്ദം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, എന്നെ മുസാഫത്ത് ചെയ്യുന്നു, എന്നോട് ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നു, അവർ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, അവരുടെ സാന്നിധ്യം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ റഹ്മത്ത് എനിക്ക് എൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നിലയ്ക്ക് ഇനിയും ഒരു 30 കൊല്ലം ഈ രൂപത്തിൽ കടന്നാലും ഇമ്രാന് ഒരു പരാതിയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറയേണ്ട. അങ്ങനത്തെ ആളുകളുമുണ്ട്. അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ പ്രഭാതം വരെ അവർ സഞ്ചരിക്കുകയും സലാം പറയുകയും മറ്റുമൊക്കെ ചെയ്യും. പ്രഭാത സമയമാകുമ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ ഇസ്ലാം വിളിച്ചു പറയും, അർ റഹീൽ അർ റഹീൽ, ഇതാ പോവാനായി 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 എന്ന് പറയും. എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ ഇസ്ലാം വിളിച്ചു പറയുമ്പോൾ ഈ മലക്കുകൾ അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കും, മാദാ ഫഅലല്ലാഹു ഫീ ഹാദിഹിൽ ലൈലത്തി ഫീ ഹവായിജിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ ആവശ്യങ്ങളിൽ അല്ലാഹു തആല ഈ രാത്രി എന്തൊക്കെ ചെയ്തത് എന്ന് ചോദിക്കും. എന്താണ് അള്ളാഹു ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ
ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ ഇസ്ലാം മറുപടി പറയും, ഇന്നല്ലാഹ നളറ ഇലൈഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമുകളിലേക്ക് പ്രത്യേകമായ റഹ്മത്തിന്റെ നോട്ടം നോക്കുകയും വഅഫാ അൻഹും, അവരെ തൊട്ട് അള്ളാഹു മാപ്പ് ചെയ്യുകയും അവർക്കെല്ലാം അള്ളാഹു തആല പുറത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇല്ലാ മുദ്മിന ഖംറിൻ, കള്ള് പതിവായി കുടിക്കുന്നവനൊഴികെ, വലാക്കലി വാലിദൈഹി, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവനൊഴികെ, വൽ മുഷാഹിന, പരസ്പരം പിണങ്ങി വിദ്വേഷം വെച്ച് നിൽക്കുന്നവനും ഒഴികെ എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ ഇസ്ലാം മറുപടി പറയുമത്രേ. ലൈലത്തുൽ ഖദർ പോലത്തെ അല്ലെങ്കിൽ ബറാത്ത് പോലത്തെ പ്രത്യേകമായ രാവുകളുടെ പുണ്യം ലഭിക്കാത്ത കുറെ ആളുകളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട 2-3 ആളുകളെയാണ് ഇവിടെ പറഞ്ഞത്. കള്ളുകുടി പതിവാക്കിയവൻ, അതുപോലെ മാതാപിതാക്കളുടെ അതൃപ്തിക്ക് കാരണമായവൻ, പിന്നെന്തോ പകയും വിദ്വേഷവും വെച്ച് മുസ്ലിങ്ങൾക്കിടയിൽ പിണക്കമുള്ളവൻ. ഇനിയുമുണ്ട് ഇൻഷാ അല്ലാഹ്. നമുക്ക് ആരൊക്കെയെന്ന് നോക്കാം. പുണ്യരാവുകളുടെ പ്രതിഫലവും അതിൻ്റെ മഹത്വവും ലഭിക്കാത്ത ആളുകൾ, ആ ആളുകൾ ആരൊക്കെയാണ് നമുക്ക് ചിന്തിക്കാം. ആ കൂട്ടത്തിൽപ്പെട്ട ഏതാനും പേര് ആളെയാണ് ഇവിടെ പറഞ്ഞത്. എന്നാൽ അവരാരൊക്കെയാണ്? ഒന്ന്, സിഹ്ർ ചെയ്യുന്നവർ, സാഹിര്യങ്ങൾ. സിഹ്ർ ചെയ്യൽ കുഫ്രാണെന്ന് വരെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. 2, ജ്യോത്സ്യന്മാര് കണക്ക് നോക്കുന്ന നക്ഷത്രങ്ങളും മറ്റും വെച്ച് കണക്ക് നോക്കുന്ന ജ്യോത്സ്യന്മാർ. 3-മത്തത് നേരത്തെ പറഞ്ഞതുപോലെ പിണങ്ങിയവൻ, പരസ്പരം ദീനിയാ ഗാനത്തിന് വേണ്ടി പിണങ്ങാം, ദീനിയാ ഗാനത്തിന് വേണ്ടി അല്ലാതെ 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കുന്നവർ. 4-മത്തത് നേരത്തെ പറഞ്ഞ പോലെ കള്ളു കുടിക്കുന്നവൻ. 5, വ്യഭിചരിക്കുന്നവൻ. 6, പലിശ ഭക്ഷിക്കുന്നവൻ. 7, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവൻ. 8, ഏഷണി പറയുന്നവൻ. 9, കുടുംബബന്ധം മുറിക്കുന്നവൻ. 10, കൊലയാളി, ഒരു മുഅ്മിനായ മനുഷ്യനെ അന്യായമായിട്ട് ഹക്ക് കൂടാതെ കൊലപ്പെടുത്തിയവൻ. 11, വസ്ത്രം ഞെരിയാണി വിട്ട് താഴ്ത്തുന്നവൻ. അഹങ്കാരത്തിന് വേണ്ടി തൻ്റെ വസ്ത്രം ഞെരിയാണി വിട്ട് താഴ്ത്തി നടക്കുന്ന ആള്, മുസ്ലിം വിസാർ, അവനിക്കും ആ പുണ്യം ലഭിക്കില്ല. പിന്നൊരാളാരാണ്? പിന്നൊരാള് മുബ്തദി ആണ്, ബിദ്അത്തിന്റെ അഹ്ലുകാരൻ, നവീനവാദക്കാരൻ, ബിദ്അത്തിന്റെ അഹ്ലുകാർ, അവർക്കും പുണ്യരാവുകളുടെ മഹത്വം ലഭിക്കില്ല എന്നാണ്. ഇവരൊഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുകയും ആ രാവിൽ, ലൈലത്തുൽ ഖദ്ർ രാവിൽ, മഹത്വവും ശ്രദ്ധയും അവർക്ക് നൽകുകയും ചെയ്യും എന്നാണ്. എന്നാൽ എന്നാണ് 27-ാം രാവ്, എന്നാണത് ഉണ്ടാവുക എന്നും കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ആ വിഷയം കൂടി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.